ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആര് പഠിച്ചാലാണ് ഈ ഒരു ജോബ് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ എവിടെ പഠിക്കണം? ഒരു പുതിയൊരു മേഖലയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മൈൻഡിലുള്ള ഒരു ഡൗട്ടാണ്. ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് ജിബിൻ എസ് തോമസ്. ഞാൻ 2022 IRDCയുടെ ഒരു പാസ് ഔട്ട് സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ട്രിവാൻഡ്രം കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്തോണുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഫസ്റ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയാൻ കിംസും അതുപോലെ ബാക്കിയുള്ള ഹോസ്പിറ്റൽസ് വരുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് ഹോസ്പിറ്റലാണ്. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തത്, എൻ്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ 1 ഇയർ ആയിരുന്നു. 6 മന്ത് ക്ലാസ്സും 6 മന്ത് ഇന്റേൺഷിപ്പും ആയിരുന്നു. അതിൽ 6 മന്ത് ഇന്റേൺഷിപ്പ് ഞാൻ സൺറൈസ് ഹോസ്പിറ്റലാണ് ചെയ്തത്. 5th മന്ത് ഞാൻ BNB എന്നുള്ള ഹോസ്പിറ്റലിൽ പ്ലേസ് ആയി. എനിക്ക് IRDC ഒരു ഇന്റർവ്യൂ ഷെഡ്യൂൾ തന്നിട്ടുണ്ടായിരുന്നു. BNB മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൃക്കാക്കരയിലാണ് എനിക്ക് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് തന്നിരുന്നത്. ഞാൻ അവിടെ ഇന്റർവ്യൂവിന് പോയി, ഇന്റർവ്യൂ പാസ്സായി ജോയിൻ ചെയ്തു. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ, അതായത് ഞങ്ങളുടെ ബാച്ചിൽ 17 പേരുണ്ടായിരുന്നു. അതിനകത്ത് ഫസ്റ്റ് ജോബ് കിട്ടുന്നത് എനിക്കാണ്. അതിനുശേഷം ഞാനൊരു 7 മന്ത്സ് BNBയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ജോബ് സ്വിച്ച് ചെയ്തു. അടുത്ത വെൽമോണ്ട് എന്ന് പറഞ്ഞ കല്ലൂരുള്ള ഒരു ഡയബറ്റിക് ഹോസ്പിറ്റലിലേക്ക് വർക്ക് ചെയ്തു. അതിനുശേഷം എൻ്റെ പേഴ്സണൽ റീസൺസും പേഴ്സണൽ എമർജൻസി കാരണം ഞാൻ നാട്ടിലേക്ക് ജോബ് തിരക്കി. അങ്ങനെ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് ജോബ് കിട്ടി. ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഏകദേശം 2 വർഷമായിട്ട് ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് IRDC എന്ന് ചോദിച്ചാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് ട്രസ്റ്റ് വർത്തി ആയിട്ട് തോന്നിയിട്ടുള്ള 3 സ്ഥാപനങ്ങളിൽ അതിലൊരെണ്ണമാണ് IRDC. ഇപ്പോൾ പലയിടത്തായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. നിങ്ങൾക്ക് വളരെ ചീപ്പ് റേറ്റിൽ ഈ കോഴ്സ് പഠിക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഈ പറയുന്ന ക്വാളിറ്റിയിലുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ അവിടെ കിട്ടത്തില്ല. IRDCയുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ NABH അക്രഡിറ്റേഷൻ ഉള്ള ഹോസ്പിറ്റലിൽ മാത്രമേ നമുക്ക് ഇന്റേൺഷിപ്പ് തരാറുള്ളൂ. നമ്മുടെ അവിടുത്തെ പെർഫോമൻസ് വെച്ച് നമ്മൾ അവിടെ തന്നെ പ്ലേസ് ആവാറുമുണ്ട്. പിന്നെ നമുക്ക് എന്തൊരു ബാക്ക് സപ്പോർട്ട് വേണമെങ്കിലും IRDC പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു പറയാണ്, എനിക്ക് നാട്ടിലേക്ക് ഇന്റേൺഷിപ്പ് വേണം, അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും അവർ നമുക്ക് നാട്ടിലേക്ക് NABH അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നമുക്ക് ചൂസ് ചെയ്ത് തരത്തുള്ളൂ. അതാണ് ഈ IRDC എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയും IRDC തന്നെ ജോയിൻ ചെയ്യാനായിട്ട്. കാരണം ഏറ്റവും അഷുറൻസ് ആയിട്ട് ഇത്രയും പറയാനുള്ള കാരണം, ഞങ്ങൾ 17 പേരായിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ 2022 ഉണ്ടായിരുന്നത്. ആ 17 പേരും ഇന്ന് ഹോസ്പിറ്റൽ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കണമെങ്കിൽ എന്തായാലും IRDC തന്നെ ജോയിൻ ചെയ്യും. താങ്ക് യു.